തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്തായിട്ട് നമുക്കൊരു 3 സെൻറ്റ് കമേഴ്സ്യൽ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ കാണുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ സൗത്ത് ബ്ലോക്കാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് YMCA, അതിൻ്റെ അടുത്തൂടെ കാണുന്ന ആ റോഡ് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ, അതിനുശേഷം എൻട്രി ആവുന്നത് ഗാന്ധാരി അമ്മൻ റോഡിലേക്കാണ്. ആ റോഡിങ്ങനെ ജസ്റ്റ് കയറുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു ലോഡ്ജോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടി, അതിനൊരു ഡിസൈനും അവരാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ബാക്കി വിഷ്വൽസ് കാണാം, നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം. ഗാന്ധാരി അമ്മൻ കോവിൽ റോഡ് ജസ്റ്റ് ഒന്ന് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഹോമിയോ മെഡിസിൻസിൻ്റെ ഒരു ഷോപ്പ് കാണാം. അത് കഴിഞ്ഞിട്ടിരിക്കുന്ന പ്രോപ്പർട്ടി കേട്ടോ. ഇത് തൊട്ട് നമ്മുടെ ആ സൈഡിലെ ഗേറ്റ് കണ്ടോ, അതുവരേക്കാണ് നമ്മുടെ ഫ്രണ്ടേജ് വരുന്നത്. ഇതിനകത്ത് ഇപ്പം നിലവിലൊരു പഴയ കെട്ടിടമുണ്ട്. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മുടെ ഇനി അതല്ല, ഇതിനകത്തൊരു ലോഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഡിസൈൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. 4 നിലകളിലായിട്ട് 12 റൂമുകളും ലിഫ്റ്റ് സൗകര്യവും 2 സ്റ്റേഴ്സും വരുന്ന രീതിയിൽ ഒരു ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പെർമിറ്റ് എടുത്ത് ആ ഒരു കാര്യം വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ തൽക്കാലമൊക്കെ ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം കേട്ടോ. ഇവിടം വരെ വന്നിട്ട് പിന്നെ നമുക്കൊരു എൽ ഷേപ്പിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ്. അപ്പോൾ ആ സൈഡിലുള്ള ആ ഗേറ്റ് വഴി ഇതുവരേക്കും നമുക്കും കൂടെ ഉപയോഗപ്പെടുന്ന രീതിയിൽ ഒരു നടവഴിയുണ്ട്. ആ ബാക്കിൽ പിന്നെ ഒരു വീടാണ് വരുന്നത്. അപ്പോൾ ആ വീടിനും നമുക്കും കൂടെ ആയിട്ടാണ് ആ ഒരു വഴി ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. പിന്നീട് ഇങ്ങനെ വന്നിട്ട് അകത്തൊരു ബാത്റൂം സൗകര്യം അടക്കം നിലവിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു സ്റ്റെയർ വെച്ച് ഇതിൻ്റെ മേളിലത്തെ നിലയിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇത് ഒരു പഴയ കെട്ടിടമാണ്. ഈ കെട്ടിടം തട്ടിക്കളഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ ഒരു ലോഡ്ജൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സാധ്യതയുള്ള ലൊക്കേഷനാണ്. കാരണം സെക്രട്ടേറിയറ്റ് നമുക്ക് തൊട്ടടുത്ത്, അതുപോലെ YMCA, പിന്നെ ഇവിടെ ഈ ചുറ്റോട്ടം നോക്കുകയാണെങ്കിൽ ഫുള്ള് ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ആവശ്യത്തിന് കേരളത്തിൽ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ സെക്രട്ടേറിയറ്റിലൊക്കെ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ താമസ സൗകര്യം അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോഡ്ജ് പോലുള്ള കാര്യങ്ങളൊക്കെ ഓടാൻ സാധ്യതയുണ്ട്. ഉദ്ദേശിക്കുന്ന വില 3 സെൻറ്റ് സ്ഥലമാണുള്ളത്. കെട്ടിടത്തിന് വേറെ വിലയൊന്നും കണക്കാക്കിയിട്ടില്ല. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്.